കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില അത്ഭുത കഥകളൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്. ടാരോ കാർഡിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ എന്നോട് പറഞ്ഞു ചില ശക്തികൾ, ഈ ദുരാത്മാക്കൾ അല്ലെങ്കിൽ മരിച്ചു പോയവരുടെ ആത്മാക്കൾക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും എന്നൊക്കെ. ഒക്കെ ശരിയാണോ? തീർച്ചയായിട്ടും. മരണശേഷം ആത്മാവ് ഭൂമിയിൽ ബാക്കി നിൽക്കുമോ? ഉണ്ട്. അതിന് ഞാനിപ്പോ ഏകദേശം 2000 പേരുടെ റീഡിംഗ് എടുത്തു എന്ന് പറഞ്ഞില്ലേ. ഈ വന്ന ആൾക്കാരെല്ലാവരും 95% 95 എന്ന് പറയാം ബാധുള്ളവർ മാത്രം എന്നെ തേടി. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, നമ്മൾ ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞ് അത് പിതൃക്കൾക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യും. അപ്പൊ ഇവരൊക്കെ തിരിച്ചു പോണ്ടേ? അപ്പൊ എല്ലാം പിതൃക്കളല്ല. പിന്നെ അതായത് ഇപ്പോ സാറിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ദേഷ്യം ഉണ്ട് വിചാരിക്കും. അവര് നമ്മുടെ ഇവിടെ പല സമ്പ്രദായം ഉണ്ട് മാന്ത്രികം. അപ്പൊ മാന്ത്രികത്തിൽ തന്നെ പല മൂർത്തികൾ, ദേവതാമൂർത്തികൾ തന്നെ ഇത്തരം മാരണ പ്രവൃത്തിക്ക് ഉപയോഗിക്കണതുണ്ട്. ഞാൻ ചെയ്യണില്ല. ഞാനൊക്കെ അവരുടെ ദുരിതങ്ങൾ മാറ്റി കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഒന്നും തിരിച്ചയക്കണ പരിപാടി എനിക്കില്ല. അല്ലെങ്കിൽ അവന് പണി കൊടുക്കും ഇവന് പണി കൊടുക്കണം, ഈ പരിപാടി എനിക്കില്ല. വന്ന ഒരാളെന്നെ തേടി വരുമ്പോ അവരുടെ ദുരിതം മാറ്റി കൊടുക്കും. നമ്മുടെ ഈ സ്റ്റുഡിയോയില് അത്യാവശ്യം മന്ത്രവാദം അറിയാവുന്ന ഒരാളുണ്ട്, പ്രിയൻ പകുതി മാന്ത്രികനാ. ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ, പക്ഷെ ഇപ്പൊ ഒരാൾക്ക് ശത്രുത വന്നു, നല്ലൊരു സാരി എടുത്തു. നമ്മുടെ കേരളത്തിൽ ഇപ്പോ നല്ലൊരു സാരി എടുത്തു, നല്ലൊരു പൊട്ട് ഇട്ടു, നല്ലൊരു ബാഗ്, എന്തിനു പറയണു, നല്ല രീതിക്കൊന്ന് ചിരിച്ചാ പോലും അവനെ കാണിച്ചു കൊടുക്കാന്ന് ചിന്തിക്കണ ഉണ്ടാവും. മറ്റൊരാൾ നന്നാവുന്ന ഇഷ്ടപ്പെടാതെ അങ്ങനെയുള്ളവർ ആഭിചാരം ചെയ്യുന്നതാണോ? ആഭിചാരം ചെയ്ത് ശരിക്കും ഉണ്ടോ ആഭിചാരം? ഉണ്ട്. ഞാനത് എനിക്ക് അനുഭവമായിട്ട് ഞാൻ അതൊരു കാര്യം പറയാം. പിന്നെ രണ്ടാമത്തെ ബാധ അന്തരീക്ഷത്തിൽ പല എനർജികളുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ 3D വരെ കാണുന്നുള്ളൂ, 11D വരെ ഉണ്ടെന്ന് പറഞ്ഞു, 11 ഡയമെൻഷൻ വരെ ഉണ്ട്. അതായത് ഇപ്പൊ 4ാമത്തെ ഡയമെൻഷനിലോ 5ാമത്തെ ഡയമെൻഷനിലോ ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ കാണില്ല. അല്ല, എനിക്കത് കാണാം. എന്റെ പ്രത്യേകത ഇതാണ്. എന്നെ ഇവര് തേടി വരുന്നതിന്റെ കാരണം ഇവരായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കണം. അതിനുള്ള ഒരു ചാലക ശക്തിയാണ് ഈ കാർഡ്. അല്ല, ആ നേരത്തെ ടാരോ ഒന്നും ഉപയോഗിക്കില്ല. ഇവരുടെ ആവാഹന സമയത്ത് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാർഡ് ഉപയോഗിക്കില്ല. അപ്പൊ ഇത് ടാരോ റീഡിംഗ് അല്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. അതായത് ഒരാളെ എടുത്തു ടാരോ റീഡിംഗ്. അല്ല, ഇപ്പൊ എന്നോട് എന്തോ ഒരു കഥ പറയാന്ന് പറഞ്ഞു. അതെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെ ശക്തികളുണ്ടെന്ന് അന്തരീക്ഷത്തിൽ. ഇപ്പോൾ ഞാൻ പല ക്ഷേത്രങ്ങളിൽ പോയിട്ടും നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. നെഗറ്റീവ് ബാധകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പോസിറ്റീവ് അതുണ്ട്. അപ്പൊ 2 വൈബും ഉണ്ട് നമുക്ക്. ഇതുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ ചില എനർജികൾ ചില ആൾക്കാരെ മേലിലേക്ക് അതായത് എൻ്റെ ഊർജത്തിലേക്ക് ഇരിക്കുന്നത് ഡിവൈൻ എനർജിയാണ്. സാറിനും അങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്നാൽ മറ്റൊരാൾക്ക് ഒരു ഡെവിൾ എനർജിയാണ് കയറിയിരിക്കണമെങ്കിൽ അയാളെ ലൈഫേ തകർന്നു പോകും. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങാനും ഫുഡ് കഴിക്കാനും പോലും പറ്റില്ല. ശരിയാണ്. ചില ആൾ പറയുന്നുണ്ട്, നമ്മുടെ ഒരു വീട് വാങ്ങിച്ചു, ആ വീട്ടിൽ കയറിയപ്പോൾ തൊട്ടേ കഷ്ടകാലം. അതെ. അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീട് എടുത്തിരുന്നു, ആ വീട്ടിൽ ചെന്നപ്പോൾ കാലക്കേട്. എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാനൊരു വീട്ടിൽ എറണാകുളത്ത് വരുന്ന സമയത്ത് ആദ്യം ഒരു വാടകയ്ക്ക് ഒരു വീട് താമസിച്ചു. കാലക്കേടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് മാറി മറ്റൊരു വാടക വീട് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സമൃദ്ധിയായിരുന്നു. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു? അന്തരീക്ഷം മാറിയപ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഒരു ആവാഹനം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പം ഞാൻ ആ കുട്ടിയുടെ റീഡിങ് എടുത്തിട്ട് ഏകദേശം ഫെബ്രുവരിയിലൊക്കെ എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ യാത്ര പോണേലും ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 2000 പേരിലും 1500 പേരും ബാധുള്ളൊരു. ഞാൻ എന്നിട്ട് എൻ്റെ കുട്ടികളോട് ടാരോ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടാരോ ക്ലാസ്സിൽ ഞാൻ പറയും, ഞാനൊരു എന്താ പറയുക, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ബാധയുടെ സ്പെഷ്യലിസ്റ്റായി മാറുമെന്ന് തോന്നുന്നുണ്ട്. കാരണം വരണവരൊക്കെ ബാധ ബാധിച്ചവരാ. ഞാൻ പറയാം, എന്നെ തേടി മാത്രം ഇവരെന്തിനാ വരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ റീഡിങ് എടുത്തു. റീഡിങ് എടുത്തത് ആ കുട്ടിയുടെ അമ്മയാണ്. 13 വയസ്സായ 15 വയസ്സായ പെൺകുട്ടിയാണ്. 12 വയസ്സിൽ ഈ കുട്ടിക്ക് പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ഒരു വാടക വീട്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു വാടക വീട്ടിൽ പോയതാണ് പ്രശ്നം. അവിടെ പോയേക്കുമ്പോൾ കുട്ടിക്ക് അവിടെ നിന്ന് മുതൽ അവളുടെ അതുവരെ ഉണ്ടായിരുന്ന ലൈഫേ ചേഞ്ചായി. മടിയായി ഭക്ഷണം മാത്രം കഴിക്കുക. എന്ത് ഫുഡ് കൊടുത്താലും അവൾ വിശപ്പ് മാറില്ല. 12 വയസ്സായാൽ 15 വയസ്സാളുടെ ശരീരം. കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ലുള്ളൂ, സ്കൂളിൽ പോകില്ല, റൂം അടച്ചിട്ടിരിക്കുക, ഇടി വീട്ടിൽ എന്നും പ്രശ്നം. ഇങ്ങനെ വർഷങ്ങളായി. ഏകദേശം 12 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 16 വയസ്സായി. 4 വർഷം ഈ കുട്ടിയുടെ അച്ഛൻ ഇത് കണ്ടോടുകൂടി അച്ഛനെ ഉപേക്ഷിച്ചു പോയി.
അമ്മ ദുരിതം അനുഭവിക്കുക. 2 പെൺകുട്ടികളെയും വെച്ചിട്ട് ഈ സ്ത്രീ ലോൺ എടുത്തിട്ടൊക്കെ ഇതിന് ഫുഡ് വാങ്ങേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെയാണ് എൻ്റെ റീഡിങ്, എൻ്റെ ഇൻ്റർവ്യൂ, മറ്റൊരു ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ തേടി വരുന്നത്. ഞാനത് നോർമൽ എല്ലാ ബാധകളും കാണുന്ന പോലെ ഞാൻ ഈ ബാധയാണെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കി. ആവാഹന സമയത്ത് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചൈതന്യമായിട്ട് ഒരാൾ നിൽക്കണുണ്ട്. പക്ഷെ അയാളുടെ കയ്യിലൊരു പുസ്തകമാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല. കുറേ നേരം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് സൈലൻ്റ് ആയിട്ടാണ് ഞാൻ ആ എനർജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ മിണ്ടൊന്നുമില്ല. ഞാൻ എനർജിയോട് ചോദിക്കുകയാണ്, കണ്ണടച്ചിരുന്നിട്ട് എന്തിനാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ പറഞ്ഞത്, എനിക്ക് കിട്ടിയത് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറി വന്നിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അവർ വാടക വീട്ടിലേക്ക് വന്നതല്ലേ. അപ്പോൾ പറഞ്ഞു, അവളും ഞാനും ഒരേ രക്തമാണ്. ഞാനപ്പോൾ എനർജിയോട് ചോദിച്ചു, എന്താ ബ്ലഡ്, എന്താണ് രക്ത ഗ്രൂപ്പ് എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചു, എന്താണ് ഓ പോസിറ്റീവ്. ഇത് അവരെ വേണമെങ്കിൽ ഇപ്പോൾ വിളിക്കാം, ലൈവിൽ വിളിക്കാം, അവരത് പറയാൻ തയ്യാറാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇവരോട് ചോദിച്ചു, ഇവളുടെ ഓ പോസിറ്റീവ് ആണോ ചോദിച്ചപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം എന്നോട് ആരാ കണക്ട് ചെയ്തത് പറഞ്ഞത്, ആ എനർജിയാണ് പറഞ്ഞത് ഓ പോസിറ്റീവ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് കാരണം കൊണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കാല് മുറിഞ്ഞു, അടിയിലത്തെ അതിൽ വെട്ട് കൊണ്ട പോലെ മുറിഞ്ഞപ്പോൾ ഈ ബ്ലഡ് അവിടെ ഒഴുകി ഈ വീട്ടിൽ. അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ വീടാണ്. അപ്പോൾ എല്ലാവരുടെയും മാതാവിൻ്റെ യേശുവിൻ്റെ എല്ലാ റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി അവിടെ ഉണ്ടാവും എന്ന് അവർക്കറിയാലോ. അതറിഞ്ഞുകൊണ്ടാണ് ഇവർക്ക് ഇത് വാടക കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഹിന്ദുസാണ്. പക്ഷെ ഇവർക്ക് അവിടെ മുതൽ ഇവർ പറയുന്നത് സ്വിച്ച് ഇടാൻ ചുമരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവില്ല എന്ന്. ഒരാൾ നിൽക്കണ ഫീൽ അവർക്ക് ഉണ്ടെന്ന്. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ. ഇവർക്ക് ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടിയുടെ എനർജി ആവാഹന സമയത്ത് ഞാൻ ശരിക്കും ആവാഹിച്ച വെള്ളി രൂപത്തിലേക്ക് ആവാഹിച്ചതും കറണ്ട് പോയപ്പോൾ ഈ കുട്ടി പേടിച്ചു. കാരണം എനർജി പാസിങ് നേരത്ത് ഇതെല്ലാം പോവും, അണയും എനർജി പാസ് ചെയ്ത്. അപ്പോൾ അത് അത്ഭുതകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ബാധയല്ല, അത് അവിടെ ഉണ്ടായിരുന്ന എനർജി ഈ കുട്ടിയിലേക്ക് പ്രവേശിച്ചതാണ്. ഇനി ബാധയായിട്ട് വന്ന ഒരു റീഡിങ്ങിൽ ഇതേപോലെ ഞാൻ കാശി യാത്രയിലാണ്. കാശിയിൽ വെച്ചിട്ടാണ് ആ ഫാമിലിയുടെ മൊത്തം റീഡിങ് എടുക്കുന്നത്. 4 പേരുടെ ഒന്നിച്ച് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളുടെ ബോഡിയിൽ ഇന്ന എനർജി ഉണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവരെന്നോട് ഒരു കാര്യം മറച്ചു വെച്ചു. ഇവർ പഠിച്ച 18 നോക്കിയിട്ടും ഇവർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും ഇവരിതൊന്നും മാറ്റാൻ പോയുള്ളത് എനിക്കറിയില്ല. ഞാനിത് സിമ്പിളായിട്ട് കണ്ടു, ഒരു ബാധയല്ലേ, സാരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ എന്നെ വന്നിട്ട് കാത്തിരിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ ചിദംബരത്താണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞു, ഗംഗാമ്മയെ മോള് വന്നിട്ടുണ്ട്, 10 ദിവസം ലീവെന്ന് വന്നിട്ടുണ്ട്, വിദേശത്താണ്, ഒന്ന് വന്നു ഗംഗാമ്മ അതൊന്ന് ചെയ്തു തരും. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ എനർജി കളയാൻ ഞാൻ വരില്ല. പക്ഷെ അവർ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ഉണ്ടായത് മറ്റൊരാൾ അയച്ച ബാധയാണ്. അതായത് ശ്മശാന യക്ഷി. അപ്പോൾ ഈ കുട്ടീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്മശാന യക്ഷിനെ കാണിക്കണത് എൻ്റെ മുമ്പിൽ. ഇവളുടെ ബോഡിയിൽ നിന്ന് ഈ എനർജി പുറത്തിറങ്ങി നിൽക്കും, എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഇവരെ ബോഡിയിൽ നിൽക്കില്ല. ഞാൻ ദേഹബന്ധനം ചെയ്യാന്ന് പറയാം. അത് എൻ്റെ ഉപാസന ബലം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. ഞാൻ മാന്ത്രികം പഠിച്ചിട്ടല്ല, എൻ്റെ ഉപാസനാ ബലം കൊണ്ട് എനിക്ക് തരുന്ന നിർദ്ദേശം കൊണ്ടാണ്. അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ അവരുടെ വസ്തു, മറ്റൊരാളുടെ വസ്തു ഇവർക്ക് കിട്ടിയത് കാരണം കൊണ്ട് ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ചെയ്തതാണ് അവരുടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛന്. അത് ഈ പരമ്പരയെ മൊത്തം ബാധിച്ചു, മൊത്തം നശിച്ചുപോയി, ലക്ഷങ്ങൾ ബാധ്യത. അല്ല, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ചുമ്മാ പോടും, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, വെറുതെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ചോറ്റാനിക്കരയിൽ പോകണം. ചോറ്റാനിക്കരയിൽ കീഴ്ക്കാവിൽ അറിയാലോ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ രാത്രിയിൽ ചെല്ലണം. അവിടെ ആ ചോറ്റാനിക്കരയിലെ ആ മരത്തിൽ എത്ര ഇരുമ്പാണികൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇല്ലയെന്ന് വിശ്വസിക്കാം. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ഉണ്ടെന്ന് മാത്രമല്ല, അതിന് ചെയ്യേണ്ട പരിഹാര ക്രിയകൾ ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ചോറ്റാനിക്കരയിലുണ്ട്. നമ്മുടെ ചാനലിൽ മുമ്പ് നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി മുമ്പൊരിക്കൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരിടത്ത് ഒരു ആവാഹന ക്രിയ നടത്തിയിട്ട്, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം വലിയ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്, ഹിന്ദു സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹവും ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം ക്ഷുദ്ര ശക്തികൾ ഉണ്ട്, അത് ആസുര ശക്തികളുണ്ട്, അവയെ ബന്ധിപ്പിക്കുക, അവയിൽ നിന്ന് മോചനം ഉണ്ടാവുക എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരിടയ്ക്ക് വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം ഒരിടത്ത് പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം തളർന്ന് വീഴുകയാണ്.
കാരണം അദ്ദേഹം ഏതോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അവർ മനഃപൂർവ്വം അതിലെന്തോ കലർത്തി കൊടുത്തു, അതിൻ്റെ എഫക്റ്റ് അദ്ദേഹത്തിനുണ്ടായി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുകയും അത് വലിയ ചർച്ചയാവുകയും അവസാനം ഒടുവിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി തന്നെ ജയിച്ചു. കാരണം അദ്ദേഹം പറയുന്നത് പോലെയുള്ള ശക്തികളും ഇടപെടലുകളും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട്. അത് ഈ അപഹസിക്കുന്ന ആളുകൾക്ക് അത് അങ്ങനെ ചെയ്യാം. പക്ഷേ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളാണ് അങ്ങേ ഇവിടെ എത്തിക്കുന്നതും. നമുക്ക് ഇപ്പോൾ ABC പോലൊരു ചാനലിൽ ഇത്രയും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള ആളുകൾക്ക് വിശ്വാസമുള്ള ഒരാളെന്ന നിലയിലാണ് നമ്മൾ അങ്ങേ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടട്ടെ. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായി ഇത്തരം എല്ലാ ശക്തികളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്കൊരു ദോഷമുള്ള ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർക്കൊരു പരിഹാരം കിട്ടട്ടെ എന്നുകൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഏതായാലും നമ്മുടെ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് അങ്ങ് താമസിക്കുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ അല്ലേ? വടക്കാഞ്ചേരിയിൽ കുന്നംകുളത്തിനടുത്ത് കാഞ്ഞിരക്കോട് കൊടുമ്പിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിനടുത്താണ്, അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഈ ഒരു വീട്ടിലൊരു ചെറിയ ക്ഷേത്രമുണ്ട് അല്ലേ? നാഗരാജ മുത്തപ്പൻ ദേവി ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക് എന്നൊരു ചെറിയ ബോർഡൊക്കെ വെച്ച് നടക്കുകയാണ്. അപ്പൊ ടാരോ ആണ് പ്രധാനം. നമുക്ക് ടാരോയിലേക്ക് ഒന്ന് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ, കാരണം രണ്ടാമത്തെ എപ്പിസോഡായിട്ടും ടാരോയെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തോന്നും. അതുകൊണ്ട് നമുക്കിപ്പോ 5 തരം ടാരോ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇത് ഓറക്കിൾ എന്നാണ് പറയുക. ടാരോ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു യാത്ര പോയി. ആദ്യ യാത്ര എന്റെ യാത്ര ഭഗവാൻ ശിവന്റെ ചിത്രമാണല്ലോ ഞാൻ ആദ്യം കണ്ടത്. അതെ, അത് ദേവി ഇവിടെ പുറത്ത് ശിവനും പാർവതിയാണ്. ശിവനും പാർവതി. അതെ, ബാക്കിയുള്ളത് 51 അക്ഷരദേവതയാണ്. അപ്പോൾ ആ യാത്രയിൽ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കിയ കാർഡാണ്. ആദ്യ കാർഡ് തന്നെ അഭയാദേവിയാണ്. അതായത് ദേവിയുടെ മാത്രം, ഇതൊരു സംസ്കൃതത്തിലാണ് എഴുതിയേക്കണമെങ്കിലും എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ ഭാഷകളൊക്കെ അങ്ങനെയാണ്. അഭയാദേവി എന്ന് പറയുമ്പോൾ ദേവി ഗണേശന് അഭയം കൊടുത്തിട്ട് ഇരിക്കണ ഒരു ഭാവത്തിലുള്ള ഒരു ഫോട്ടോ ആണുള്ളത്. ഇത് ഒറാക്കിൾ കാർഡാണ്. ടാരോയുടെ തന്നെ, ടാരോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ടാരോ വേണമെങ്കിൽ 2 തരത്തിലുണ്ട് ടാരോ. അതായത് മേജർ ശക്തികളുടെയും അതെ, മേജർ ആർക്കാന, ഞാൻ മേജർ ആർക്കാന മാത്രം വെച്ച് റീഡ് ചെയ്യുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ എല്ലാം കൂടിയിട്ട് എല്ലാവരും പലർക്കും പല രീതിയാണ്. എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഗൈഡൻസ് തരാൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആ ഇതുള്ളതിന് ഞാൻ ദേവിന്ന് വിളിക്കണം, ഇത്രയേ ഉള്ളൂ. അതെന്തോ ആവാം. അപ്പം ആ ഒരു നിർദ്ദേശത്തിൽ ഞാൻ മേജർ ആർക്കാന മാത്രം എടുത്തിട്ടാണ് ബാക്കി എൻ്റെ കാർഡ് രുദ്രതീർത്ഥം ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ റീഡ് ചെയ്യുക. നമുക്ക് ഏതെല്ലാം തരം കാർഡുകളാണ് ഉള്ളത്? ഞാൻ ഇത് രുദ്രതീർത്ഥം കരിയർ റീഡിംഗ്, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനായിട്ട് രുദ്രതീർത്ഥമാണ്. ഇതാണ് ആദ്യം ഉണ്ടാക്കിയ കാർഡ്. അത് ഏത് കാർഡാണ്? ഇതാണ് നിവേദ്യം കാർഡ്. നിവേദ്യം കാർഡ് അത് ജനറൽ എല്ലാത്തിനും. അതെ, അതായത് നമ്മുടെ ഇവിടെ വരുന്ന കാർഡുകളെല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ പോലും നമ്മളുടെ ചൈനയിൽ അടിക്കുന്ന കാർഡാണ് നമ്മൾ ഇവിടെ കിട്ടുന്നതെല്ലാം. ജപ്പാൻ, ചൈന ഒക്കെ അടിക്കുന്നത്. നമ്മുടെ സംസ്കാരം മറ്റുള്ളവരും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മലയാളം നമ്മള്. അതായത് പക്ഷെ ഇതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എനർജി എടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ പോയി യാത്ര ചെയ്ത് അതിന്റെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവരുടെ ഈ മറ്റൊരാളുടെ നമ്മളെ ആത്മകഥ അല്ലല്ലോ എഴുതണത്, മറ്റൊരാളുടെ ലൈഫാണ് എഴുതണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് വേണ്ടി ഈ കാർഡ് ആ തരത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതെങ്ങനെ വേണം എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് കിട്ടിയത് 51 അക്ഷരാദേവ. അപ്പൊ മറ്റ് 3 കാർഡുകൾ ഏതൊക്കെയാണ്? ഇത് ഉള്ളത്, ഇത് കരിയർ, ഇത് ഗൈഡൻസ്. കാർഡെല്ലാം റീഡിങ് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നതാണ് ഗൈഡൻസ്, നിങ്ങൾക്ക് ഇതാണ് ഗൈഡൻസ് എന്ന് പറയും, മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പ്രണയ ഒറക്കൽ കാർഡാണ്. ലവ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു വ്യക്തിയുടെ 3 തരം റീഡിംഗാണ് ഞാൻ ചെയ്യുക. പാസ്റ്റ് ലൈഫ്, കഴിഞ്ഞ ജന്മത്തിലെ ലൈഫ് റീഡിങ്, കഴിഞ്ഞ ജന്മം ജനിക്കനാട്ടി മുൻപുള്ള ജന്മത്തിലെ റീഡിങ്, പാസ്റ്റ് ലൈഫ് റീഡിങ്. പിന്നെ ഉള്ളത് പ്രസന്റ് ലൈഫ്, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. പിന്നെ റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി മാറ്റേഴ്സ്. ഇതാണ് 3 തരം കാർഡ്. അപ്പോൾ ഇത് ഫാമിലി റീഡിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന കാർഡാണ് ഇത്. ബാക്കി ഗൈഡൻസ് കാർഡ് ഇത്, പിന്നെ കരിയർ കാർഡ് ഇത് രണ്ടും. ഇങ്ങനെയാണ് കാർഡ്. ഒരു കാർഡ് കൂടെ തയ്യാറാവുന്നുണ്ടല്ലോ. അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ശിവ കാർഡ് തന്നെയാണ്. എന്താ അതിന്റെ പർപ്പസ്, ലക്ഷ്യം? അതും ഗൈഡൻസ് കാർഡ് തന്നെയാണ്. അത് നമുക്ക് വരുന്നത് ഭഗവാന് 64 കലകളുണ്ടല്ലോ, 64 വിശിഷ്ട ഭാവങ്ങൾ. അത് വെച്ചിട്ടാണ് ആ കാർഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കാർഡ് നോക്കണം എന്നിരിക്കട്ടെ, ഞാൻ അങ്ങേ വന്ന് കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്?
ഞാൻ ഓൺലൈൻ അല്ല ഇപ്പം ഈ ചിലപ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഈ ആളെ ഒന്ന് ഇപ്പം വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമ്മളെ ബന്ധപ്പെടാനാണെങ്കിൽ ഒരു നമ്പറുണ്ട് 97 45 16 35 32 അതാണ് അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അതെ, നമ്മൾ ബുക്കിംഗ് അപ്പോൾ ഞാനപ്പോൾ ബുക്ക് ചെയ്തു. അതെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങയുടെ മുന്നിലിരിക്കുക. ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും 2000 ഒരാളും ഞാൻ കാണില്ല. നിലവിൽ 2000 പേര് റീഡിങ് എടുത്താലും അവർ വീഡിയോ കോൾ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കാരണം എനിക്ക് ആരുടെയും വീഡിയോ കോൾ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ കാർഡ് ഷഫിൾ ചെയ്തിട്ട് എനർജി എടുക്കുക ചെയ്യുക കയ്യിലേക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷത്തെ ജപധ്യാനത്തിൻ്റെ പവർ കൊണ്ടായിരിക്കാം എനിക്ക് ഒരാൾ ലോകത്ത് എവിടെ ഇരുന്നാലും മാൾട്ടയിൽ നിന്ന് വരെ എനിക്ക് റീഡിങ് ബുക്കിംഗ് വന്നു. അപ്പോൾ ലോകത്ത് എവിടെ ഇരുന്നാലും അവരുടെ എനർജി ഞാൻ കയ്യിലെടുത്തിട്ട് അവരോട് പറയും, ഇന്നതാണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ഇന്നത് ചെയ്യൂ, ഇതാണ് നമ്മൾ പറയാം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് ഇപ്പം ഞാൻ കൊണ്ടുവന്നില്ല, അത് നമ്മുടെ പശ്ചാത്തലയുടെ കാർഡാണ്. ബാക്കി ഗൈഡൻസിനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു ഇങ്ങനെ ചെയ്യാം, അതായത് കാർഡ് എടുത്തിട്ട് നമ്മളൊന്ന് ഷഫിൾ ചെയ്തിട്ട് ഷഫിൾ ചെയ്യണ പോലെ ഇങ്ങനെ ഷഫിൾ ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് അവരുടെ പേര്, നക്ഷത്രം, വീട്ടും പേരും കൂടി ഞാൻ ചോദിക്കും. ചിലവർക്ക് അതൊന്നും അറിയില്ലെങ്കിലും അപ്പം അവരുടെ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഞാൻ പറയട്ടെ പറയാം. എൻ്റെ വീട്ടും പേരും കൂടി പറഞ്ഞോളൂ. വീട്ടുപേര് ഇപ്പോഴത്തെ വീട്ടുപേര് വേണം, കുടുംബ പേര് വേണം. കുടുംബ പേര്. ഇങ്ങനെ വന്ന കാർഡ് എടുക്കണം എന്നാണ്. ഇത് ഇതിലേക്ക് ഇറക്കാൻ പാടില്ല, ഇത് എടുത്തേക്കണം. എത്ര കാർഡ് എടുക്കണം? അത് അങ്ങനെയൊന്നുമില്ല, ഇത്ര കാർഡ് ഒന്നും നിർത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മേജർ ആർക്കാന വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യാറ്. ഇപ്പൊ നമ്മൾ 4 കാർഡുകൾ ഇപ്പൊ 4 ഇനി ഇതൊന്നും എടുക്കും. അത് 2 കരിയർ അല്ലേ ഇപ്പൊ നമ്മൾ നോക്കണം. ഇത് 2 കരിയർ കാർഡാണ്. ഇതിൽ 2ലും എൻ്റെ ഇൻട്രോ കാർഡ് ഉണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ മാറ്റാറില്ല. ഇതൊന്നും തന്നെ അതിൻ്റെ ബാക്കിൽ വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് പിന്നെ പറയാം. നക്ഷത്രം കൂടിയും പറയണേ പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും എനിക്കെതിരെ വല്ല ആഭിചാരം ചെയ്യോ? ആ പേര് എന്തെങ്കിലും പാരമ്പര്യ സ്വത്ത് കിട്ടാനുണ്ടോ? ക്ഷേത്രം ഉണ്ടോ? പാരമ്പര്യ പരദേവതാ ക്ഷേത്രം ഉണ്ടോ? പോവാറുണ്ടോ? ഒരുപാട് കാലമായി. കിട്ടി കാർഡ് അതാണ്. പരദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും പോകണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമുണ്ട്. ഒരു പക്ഷേ എൻ്റെ കാർഡ് കൂടി കയറി വന്നിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ലാസ്റ്റ് ആവും ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുക. സാധാരണ അത് വളരെ റയറാ വരാറുള്ളൂ എൻ്റെ കാർഡ്. നമ്മളിവിടെ ഇരിക്കുന്നോണ്ടായിരിക്കും. അതെ, അതങ്ങനെ വരാറില്ല, വളരെ റയറായിട്ടാണ് വരിക. ഇനി നമുക്ക് വായിക്കാം. അപ്പം അല്പം കോപമുള്ള ഒരാളാണെന്നാ പറയണത്. നല്ല കോപമുള്ള ആളാണ്. അത് കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യമുണ്ടാക്കുന്നതെന്നും സ്വയം തിരിച്ചറിയാൻ പറയേണ്ടത്. ഇത് ദേവി നിർദ്ദേശിക്കുന്നതാണ്, ചണ്ഡികാദേവി. അടുത്ത കാർഡ് പരിശുദ്ധ സ്നേഹത്തിന് സമയപരിധിയില്ല. അപ്പം പരിശുദ്ധ സ്നേഹമുള്ള ഒരാളാണ് എന്നുള്ളത് തീർച്ചയാണ്. അതിൽ കള്ളോ കപടോ ഇല്ല. പിന്നെ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശക്തമായ വിജയത്തിൻ്റെ പിന്തുണ ഉണ്ടാകും. അപ്പം ടീം വർക്കിന് നല്ല രീതിയിൽ വിജയസാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് ഓടിപ്പോവാൻ, അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാനാണ് പറയണത്. ഓടിപ്പോവാന്ന് പറയണത് ശൂലിനി ദേവി പറയണത്. ശൂലിനി എന്ന് പറയുമ്പോൾ ശത്രുദോഷം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ശൂലിനി കാർഡിൽ നമുക്ക് ലഭിക്കുക. കാരണം നമുക്ക് ചുറ്റും വരണ മനുഷ്യന്മാരുടെ ശത്രുത. അവിടുന്ന് ഈ ഒളിച്ചോട്ടം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇട്ടിട്ട് പോകണത് നമ്മൾ ഒളിച്ചോടലല്ല, പക്ഷെ നമ്മൾ കൂടുതൽ കരുത്തനാവാനാണ് എന്നുള്ളതാണ് അടുത്ത കാർഡ് പറയുന്നത്. പിന്നെ മറ്റൊരു ശക്തി നിങ്ങളെ നിയന്ത്രിക്കുന്നു. നിശ്ചയമായും ഇരുണ്ട ശക്തികളിൽ നിന്നും രക്ഷ നേടേണ്ടത് ആവശ്യമാണ്. ഈ ബന്ധനം നിങ്ങളെ തകർക്കുകയും ശിഥിലമാക്കുകയും ചെയ്യും. അപ്പം നല്ല രീതിക്ക് ആരോ നല്ല പാര വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മളെ തകർക്കാനുള്ള രീതിയിൽ. ഇപ്പം ഈ ഒരു കാർഡ് ഇട്ടെങ്കിൽ ഞാൻ ആൾക്കാരോട്, ഇപ്പം ഈ ഒരു കാർഡ് ഇത് വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഈ കാർഡും ഇതിൽ തന്നെ വേറെ 2-3 കാർഡുണ്ട്. അപ്പം എനിക്ക് കൃത്യമായിട്ട് അവരെ കൂടെ ബാധ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയും. ഇതിപ്പോൾ നെഗറ്റീവ് എനർജി അല്ല, ഇല്ല, ഇത് നെഗറ്റീവ് എനർജി അല്ല. ഇത് നെഗറ്റീവ് എനർജി എന്ന് വെച്ചാൽ നമ്മളെ നിയന്ത്രിക്കണത്, അതായത് നമ്മുടെ ഉയർച്ച തടയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള മറ്റൊരു ദുഷ്ടശക്തികൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതായത് മനുഷ്യർ തന്നെ. ഇത് മറ്റുള്ളതല്ല. ഇനി വേറൊരു കാർഡുണ്ട്. ആ കാർഡും ഈ കാർഡും 3 കാർഡും ഒന്നിച്ച് വന്നാൽ അത് മറ്റേ ബാധയെന്ന് പറയും. ഇതിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ എന്തോ ആരോ ഉണ്ട്, നല്ല രീതിക്ക് ആരോ പണി തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ബാക്കിലുണ്ട്. പിന്നെ തയ്യാറെടുപ്പ്, എന്തിനോ വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഇപ്പം നടത്തിയിട്ടുണ്ട്.
ശരിയായിരിക്കും. ആണ്. ഉം. തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു. ശരിയാണ്. പൂർത്തീകരിച്ചോളൂ. പൊള്ളയായ വാഗ്ദാനങ്ങളിൽ നിന്ന് രക്ഷ നേടണം എന്നും പറയുന്നുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാറില്ല. അത് വിശ്വസിക്കരുത്. കാരണം പരിശ്രമമാണ് ഫലം അതെ കാണുന്നത്. അതെ. അപ്പോൾ ആ തയ്യാറെടുപ്പ് പൂർത്തീകരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ പരദേവത ഒന്ന് പോയി കാണാൻ പരദേവത പോണം, തന്നെ പറയുന്നുണ്ട്. പോണം. തീർച്ചയായിട്ടും. കാരണം പാരമ്പര്യമായി പകർന്നു കിട്ടേണ്ട ആചാര്യങ്ങൾ നഷ്ടം വന്നിരിക്കുന്നു. തെറ്റിദ്ധാരണയും അറിവില്ലായ്മ കൊണ്ട് മറയ്ക്കപ്പെട്ട പാരമ്പര്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പറഞ്ഞു തരാൻ അവ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആശയക്കുഴപ്പമുണ്ട്. ചില നേരത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ എടുത്ത് ചാടി തീരുമാനം എടുത്ത് കളയും. ആ ഒരൊറ്റ കാര്യം ജീവിതത്തിൽ ചില നേരത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു പറയുന്നുണ്ട്. അത് കാരണം കൊണ്ട് ചിലപ്പോൾ ചില ഒരു അലസത. ശരിയാണ്. അലസത അല്ല, ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നത്. ശരിയല്ലെങ്കിൽ പറയും, ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് അപ്പൊ തന്നെ പറയും. തെറ്റി എന്ന് പറഞ്ഞ് ഞാനിവിടെ അർമാദിക്കും. അപ്പോൾ വളരെയധികം അലസത. ചിലപ്പോൾ കുട്ടികളെ പോലെ ഒട്ടും കാര്യഗൗരവത്തിലിരിക്കണം നിഷ്കളങ്കമായിട്ടുള്ളൊരു വ്യക്തി ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ വല്ലാത്ത ഉജ്ജ്വലമായ ആശയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വരുത്തില്ല. അത് അലസത കാരണം കൊണ്ട് വലിയ വലിയ ആശയങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് മടിയാണ്. ഭയങ്കര മടിയനാണ് ഞാൻ. അലസത. അത് കാരണം കൊണ്ട് ചില നേരത്ത് ഭാവിയിൽ നേടിത്തരുക കടുത്ത ശിക്ഷയായിരിക്കും നമുക്ക്. നമ്മളെ ഈ അലസത നമുക്ക് കിട്ടണത് വലിയൊരു പ്രതിഫലം കിട്ടുന്നതെല്ലാം നമ്മളുടെ ഓഫറുകൾ നഷ്ടം വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്ലാനുകൾ നഷ്ടം വന്നിട്ടോ ഒക്കെ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോവാൻ ആ നേരത്താണ് അയ്യോ ഞാനത് അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു വീണ്ടും വിചാരം വരണമെന്നാണ് പറയണത്. അടുത്ത കാർഡ് ചിലപ്പോൾ ഒരു ഇത് ഞാൻ വായിക്കണോ? പറഞ്ഞോളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ വളരെ മോശം സമയമാണ്. കുടുംബ ബന്ധത്തിലാണെങ്കിൽ പോലും അവഗണിക്കപ്പെട്ടെന്നുള്ളൊരു തോന്നൽ ചില നേരത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോ ഫാമിലികളായിരിക്കും. ഭാര്യ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞ ഒരു പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലേ, കുടുംബ ബന്ധങ്ങളില് ആണ് പറയണത്. മോശം സമയം ആണ്. അപ്പൊ അവരെല്ലാം അവഗണിച്ചു എന്നൊരു തോന്നൽ കാരണം ഉണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങോട്ട് പോവാത്തത്. അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാനാണ് പറയുന്നത്. കാരണം സ്നേഹം കൊണ്ട് കീഴടക്കിയാൽ സംതൃപ്തമായ സാഹചര്യങ്ങൾ വരുമെന്നാണ് കാർഡ് നിർദ്ദേശിക്കുന്നത്. ഒരു തോന്നലാണ് ഇപ്പോൾ അവരൊക്കെ അവഗണിച്ചു എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞു, ഇനി ഗൈഡൻസ് ആണ്. അപ്പം ഞാനിത് കുറച്ചും കൂടി പരത്തിയൊക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാർഡുകൾ നോക്കിയിട്ട് ഒരു പ്രാഥമിക പ്രവചനം നടത്തി കഴിഞ്ഞ് ഇനി നമ്മൾ അതിന്റെ മാർഗനിർദ്ദേശം അല്ല ഇതന്നെ കുറച്ചു നേരം കൂടി പരത്തി മനസ്സിലായി. നമുക്ക് പരിമിതി ഉണ്ടല്ലോ. അതെ, പരിധി ഉണ്ട്. നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെ. അപ്പൊ ഇനി ഇത് ഗൈഡൻസ് ആണ് എടുക്കുക. അപ്പൊ ആദ്യ സെറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗൈഡൻസ് കാർഡ് എടുക്കും. അതെ, ഗൈഡൻസ് കാർഡ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മോസതി അല്ല പറയുന്നത്. ഇപ്പോ എൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എല്ലാം ശരിയാണ്, 100% ഗ്യാരണ്ടി. ഞാൻ ഇപ്പോൾ എടുത്തു വെച്ച കാർഡുകൾ റീഡ് ചെയ്തത് എൻ്റെ അനുഭവങ്ങൾ 100% ശരിയാണ്, വിശ്വസിക്കാം. പ്രേക്ഷകരോടാണ്. താങ്ക് യു. അങ്ങനെ ഞാൻ ഇനി എന്താ ചെയ്യാച്ചാൽ ഇവർക്കൊരു ഗൈഡൻസ് കൊടുക്കണമല്ലോ. ഇവരിങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കുക. അപ്പൊ ആധാ കാർഡാണ് എടുക്കുക. ഈ ആധാ സംഖ്യാ ജ്യോതിഷ പ്രകാരമുള്ള കാർഡാണ്. എന്ത് കാർഡാണ്? ആധാ ഹൈബ്രു വാക്കാണ്. ആഭരണം എന്നാണ് ഹൈബ്രു വാക്കിൽ ആധാനെ പറയണത്. അപ്പൊ ഞാൻ ഇനി ഇതേപോലെ ഷഫിൾ ചെയ്തിട്ട് ഇനി പേര് നാള് വീട്ടുപേര് ഞാൻ എനർജി കയ്യിലൂടെയാണ് ഞാൻ എനർജി എടുക്കുക. അതായത് മറ്റൊരാളുടെ എനർജി ഞാൻ വിചാരിച്ച് എൻ്റെ ബോഡിയിലേക്ക് എടുത്തിട്ട് ഇത് ഞാൻ കയ്യിലേക്ക് പാസ് ചെയ്യും. ഈ കയ്യിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങയുടെ കാര്യം ഇത്രയും പറഞ്ഞത്. ഇതേപോലെ തന്നെ ലോകത്ത് ഒരാളും ഞാൻ കാണില്ല, ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കില്ല. സാധാ ടാരോ റീഡറിനെ സംബന്ധിച്ച് അവരെല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ചെയ്യാം. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഒരു കാര്യം ഇങ്ങോട്ട് ചോദിക്കില്ല, നേരെ അങ്ങോട്ട് പറയുള്ളൂ. ഏത് റീഡിങ് വേണമെന്ന് ചോദിക്കും. പ്രസന്റ് ലൈഫ് വേണോ, കഴിഞ്ഞ ജന്മത്തിൽ പാസ്റ്റ് ലൈഫ് വേണോ, അതോ റിലേഷൻഷിപ്പ് റീഡിങ് വേണോ? അത് കാരണം മൂന്ന് തരം റീഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഏത് റീഡിങ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന റീഡിംഗ് എന്ന് പറയുമ്പോൾ പേര്, നക്ഷത്രം, വീട്ടും പേര് എഴുതും. ഞാൻ എന്നിട്ട് കാർഡ് എടുക്കും. അവരോട് അങ്ങോട്ടാ പറയുക, വീഡിയോ കോൾ പോലും ചെയ്യില്ല. കാരണം എനിക്ക് ആരെയും കാണേണ്ട കാര്യമില്ല. ചില ആൾക്കാർ വീഡിയോ കോൾ വെച്ചിട്ട് എനർജി ഒക്കെ ഇടുന്നു. എനിക്കതൊന്നും, ഞാൻ യാത്രയിലും ഞാൻ കാർഡ് റീഡ് ചെയ്യും. കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഞാൻ ബസ്സിൽ നിന്നിട്ടാണ് കാർഡ് റീഡ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലയെന്ന്, നമുക്ക് പ്രാപ്തി ഉണ്ട്, നമ്മുടെ ബോഡിയിൽ എനർജി പാസിങ് നടത്താനുള്ള പ്രാപ്തി ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. തീർച്ചയായും. മുറിവേറ്റത് സുഖപ്പെടും. അപ്പം ആ മുറിവ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നതിന് പ്രധാന കാര്യം ഉണ്ടായിരുന്നത് ആ പരദേവതയുടെ പ്രീതിയാണ്.
അവിടുന്ന് മുതൽ ഇങ്ങോട്ട് പ്രശസ്തി നേടും. ഒന്ന് പോയി കണ്ടോളൂ. പരദേവതാ പ്രീതി അത്യാവശ്യമാണ്. ഇതൊന്നും ഞാൻ നോക്കില്ല കാർഡ് ഏതെടുക്കണമെന്ന്. ഞാനിങ്ങനെ അങ്ങനെ ജപിച്ച് അല്ലെങ്കിൽ ഞാൻ അവരെ പേര് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുക ചെയ്യാം. അപ്പോൾ അടുത്ത കാർഡ് ശ്രദ്ധിച്ചോളണം. ഞാൻ നേരത്തെ ഒരു അപകട സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഒരു കാർഡ്. അപ്പം ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിച്ചോളൂ. അപ്പോൾ ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഇതൊക്കെ വെച്ചിട്ട് രാശിയൊക്കെ നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ട് ടാരോ റീഡേഴ്സ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. കാരണം എന്താണെങ്കിൽ മറ്റത് നമുക്ക് രാശിചക്രം കൂട്ടി കിഴിച്ചിട്ടൊക്കെ അതെ ഗ്രഹനിലയൊക്കെ നോക്കി വരച്ച് ചതുരക്കള്ളിയൊക്കെ വരച്ച് നോക്കണം. പക്ഷെ ഇതിന് ഒന്നുമില്ല. ഉപാസന ബലമുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെങ്കിൽ ഒരാളുടെ എനർജിയാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. അയാളുടെ എനർജി ഡെവിളാവാം, ഡിവൈൻ ആവാം. ഏത് എനർജി എടുക്കുമ്പോഴും ഇപ്പം നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ഓറയ്ക്ക് കണക്ട് ആവാൻ പറ്റാത്ത എന്തോ ഒരു ഓറ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഏതൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഓറ അവിടെ നമുക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിൾ മാർഗം ടാരോ വഴിയാകുമ്പോൾ ഇത്തിരി കൂടി ഇപ്പം മലയാളികൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ എവിടെ പോയാലും എന്നെ അറിയണത് അല്ല, അത് ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ലൈവായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കാർഡ് റീഡ് ചെയ്തിട്ട് പറഞ്ഞത് 100% ശരിയാണ്. ഇനിയിപ്പോൾ ഈ അപകട സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഉണ്ടായാലേ അറിയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കാം. അപ്പോൾ പരിഹാരവും കൂടെ പറഞ്ഞു. ഈ ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര 12 വെള്ളിയാഴ്ചകൾ ശത്രുസംഹാര പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ അത് ചെയ്യാം. ഇതിനൊരു പരിഹാരം ഉറപ്പായിട്ടും. ഞാനൊരു വിശ്വാസിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ വിശ്വാസിയായ ആളുകളോട് ഞാൻ പറയുന്നു, ഇപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല, ലൈവായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇപ്പം നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല ലൈവായിട്ട് ടാരോ നോക്കണമെന്ന്. അപ്പോൾ നമുക്കൊരു ഞാൻ തന്നെ ഒരു ഇത് പരീക്ഷണ വസ്തു പോലെ ഇരുന്ന് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. എനിക്ക് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണെന്ന് പറയുമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരദേവതാ ക്ഷേത്രമുണ്ട്. അവിടെ പോകാറില്ല, അമ്മയുടെ കുടുംബത്തിലാണ്, അച്ഛൻ്റെ ഫാമിലിയിലല്ല. അവിടെ പോയിട്ട് ഒരുപാട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു, ഇത്ര കാലമായി അവിടെ പോയിട്ട് ഒന്ന് വിളക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമാണ്, 100% സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടാരോ റീഡിങ്ങിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഒരനുഭവം, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, അത് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യമായി. ഇതിനകത്ത് നമ്മുടെ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൈര്യമായി ബന്ധപ്പെടാവുന്ന ഒരു കേന്ദ്രമാണ്. ഏതായാലും ടാരോ എന്ന് പറയുന്നത് അന്ധവിശ്വാസമൊന്നുമല്ല. അല്ല, ഇത് വലിയ ഫീസ് വാങ്ങി 15,000 രൂപ ഫീസ് വാങ്ങി ചെയ്യണവരുണ്ട്. ഞാൻ 1000 രൂപ വാങ്ങണം, അതെന്നെ വലിയ തുകയാന്ന് പറഞ്ഞു. കാരണം നമുക്ക് 1000 രൂപ വാങ്ങാതെ പറ്റില്ല. കാരണം നമുക്കൊരു ടെലികോളർ ഉണ്ട്. അവർക്കൊരു ടാരോ റീഡിങ് ബുക്കിംഗ് വരുമ്പോൾ അവർക്ക് കൊടുക്കണ്ട, അവർക്ക് സാലറി കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് മൂല്യമുണ്ട്. പിന്നെ ഇതെന്റെ നമ്മളൊരു ജ്യോതിഷിയുടെ അടുത്ത് പോകണമെങ്കിലും കൊടുക്കണം അതിൽ കൂടുതൽ പൈസ. ചില ആൾക്കാർക്ക് ഇതൊക്കെ എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്ക് എന്താ ചെയ്തു തന്നാലെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനോട് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഞാൻ ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവമേ അല്ല, ഞാൻ സാധാ ഒരു മനുഷ്യ സ്ത്രീ. എന്നിൽ അസാധ്യമായ കഴിവ് തനിച്ചുണ്ടായതും ഞാൻ വളർത്തിയെടുത്തതുണ്ട്. ഒന്ന് ജന്മസിദ്ധമായി കിട്ടിയതും ഒന്ന് ഞാൻ ജപസാധനയിൽ കൂടെ പോയി. ഇത് എന്തിനു വേണ്ടിയിട്ട്? ഇത് എനിക്ക് എൻ്റെ കുട്ടികൾക്കോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഉപകാരം, ഹസ്ബൻഡിനോ വേണ്ടിയിട്ടല്ലല്ലോ, എൻ്റെ തേടി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് ഭഗവാൻ തന്ന, ഈശ്വരൻ തന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചൈതന്യം നമുക്ക് തന്ന ഒരു സിദ്ധിയാണ്. അതിലൂടെ നമ്മളൊരു സർവീസാണ് ചെയ്യുന്നത്. ഇത് അന്ധവിശ്വാസ പ്രചാരണമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അതിനെതിരാണ്. കാരണം എനിക്ക് ഇതൊക്കെ വിശ്വാസമാണ്, എൻ്റെ ബോധ്യമാണ്. ആ ബോധ്യമാണ് നമ്മളിപ്പം ലൈവായിട്ട് നമ്മൾ കാർഡ് റീഡ് ചെയ്തത്, അല്ലേ? അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.